സത്യത്തിലെ പെൺകുട്ടികൾ പലരും വീണത് ഇവന്റെ സാഹിത്യത്തിലായിരുന്നു. ദേ ദേവിക പോലും. അല്ലേ ദേവിക? അവസാനം എന്താ, ദേവിക ഇവനെ അങ്ങ് അടിച്ചെടുത്തു. വാ, നമുക്ക് റൂമിലോട്ടിരിക്കാം. അല്ല എടാ, എന്താ നിനക്കൊരു പേടി പോലെ? ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഞാൻ കോളേജ് കഥകളൊക്കെ വിളിച്ചു പറഞ്ഞ് അലമ്പാക്കുമെന്നാണോ? നീ പേടിക്കണ്ട, ദേവികയുടെ മുമ്പിൽ വെച്ചേ നിന്റെ കള്ളത്തരങ്ങളൊന്നും ഞാൻ പൊളിക്കില്ലാട്ടോ. അമ്മയോടും ദേവിയോടൊക്കെ സംസാരിച്ചല്ലോ അല്ലേ? അതിന് ഞാൻ ദേവിക ആദ്യമായിട്ട് കാണുകയാണോ? എടാ, ഞങ്ങള് പണ്ടേ ഫ്രണ്ട്സ് അല്ലേ? ഇനി അങ്ങോട്ട് കൂടുതൽ അടുക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അല്ലേ ദേവിക? ഏതായാലും നിങ്ങൾ സംസാരിക്കേ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും റെഡിയാക്കാം. അയ്യോ ആന്റി, വെറുതെ വെക്കല്ലേ. എടാ, അപ്പൊ എങ്ങനെയാ നമ്മുടെ പരിപാടി? നന്ദുന്റെ ട്രീറ്റ് ഉണ്ട്, കെവിന്റെ ട്രീറ്റ് ഉണ്ട്, പിന്നെ MLA-ടെ. എടാ, അപ്പൊ നമുക്ക് എങ്ങനെയാ ഒന്ന് കറങ്ങാല്ലേ? എടാ, എന്താ ആരും ഒന്നും മിണ്ടാത്തേ? എന്താ ഒന്ന് പറ. അല്ല, ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അല്ലേ? നന്ദൻ പറഞ്ഞ പിന്നെ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എങ്കി പിന്നെ ഫുഡും പാർട്ടിയും എല്ലാം ഇവിടെ. ചന്ദ്രോത്ത് എന്താ? അല്ല, ഇസവല പറഞ്ഞ പോലെ നമുക്കൊന്ന് പുറത്തു പോവാം. എന്തു പറയുന്നു? എടാ, എന്തിനു ഞാൻ റെഡി. ദേവിക ഓക്കെ അല്ലേ? അല്ല, അത് എനിക്കൊന്ന് അമ്മയെ കാണാൻ വീട്ടിൽ പോണമായിരുന്നു. ഷാരിയുടെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ. ഓക്കെ, MLA പ്രത്യേക പരിഗണന വെച്ച് ഒഴിവാക്കിയിരിക്കുന്നു. എടാ, നമുക്കൊന്ന് കറങ്ങാം, ഓക്കെ അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾ ഇരിക്കേ, ഞാൻ കോഫി എടുക്കാം. ഓക്കെ ആന്റി. പിന്നെ പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വന്നേ ചോദിക്കട്ടെ. നടക്ക്. ദേവികേ, വാ. അമ്മേ, ഞാൻ വന്നിട്ട് കറിയൊക്കെ വെച്ചോളാന്ന് പറഞ്ഞല്ലേ? അതൊക്കെ അവിടെ നിക്കട്ടെ. പോയ കാര്യം എന്തായി? തമ്പുരാട്ടി തിരുവള്ളം പ്രസാദിച്ചോ? എന്തെങ്കിലും ഉരിയാടിയോ? എന്നാ തീയതി നിശ്ചയിച്ചത്? നവീൻ വന്ന് ഒരാഴ്ചക്കുള്ളിൽ നടത്താല്ലേ? അല്ലമ്മേ, നടക്കില്ല അല്ലേ? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ കൂലിയെങ്കിലും ലാഭിക്കായിരുന്നു. പറ്റില്ലെന്ന് അവള് പറഞ്ഞല്ലേ? പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്ന. ഓ പിന്നെ, അവള് പഠിച്ച് മൈത്രേട്ടാവാൻ പോവല്ലേ? അതുമല്ല, ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന പഠിപ്പ് കഴിഞ്ഞാ കല്യാണം കഴിക്കാന്നാണോ? അതോ ഈ പഠിപ്പ് കഴിഞ്ഞ അടുത്തത്, പിന്നെ അതിന്റെ അടുത്തത്, അങ്ങനെ ഒടുക്കത്തെ പഠിത്താണോ? അവൾ ആരോ കണ്ടുവച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഒരു ദിവസം രാവിലെ ഉറക്കണീക്കുമ്പോ അവള് വീട്ടിൽ കാണില്ല, ഒളിച്ചോടും. അല്ലമ്മേ, ഞാനും ഒരു സുപ്രഭാതത്തില് മുരളേട്ടനോടൊപ്പം ഇറങ്ങി വന്നതല്ലേ. പക്ഷേ മുരളിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം മറച്ചു വെക്കാതെ നീ വീട്ടിൽ പറഞ്ഞിരുന്നു. അവക്ക് അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ? എന്തായാലും ദേവിക മുരളേട്ടനെയും കൂട്ടി അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരും കൂടി ഒന്ന് സംസാരിക്കട്ടെ. അയ്യോ, ഇത് കേൾക്കുമ്പോഴാ എനിക്ക് കലി വരുന്നേ. കൊണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്ന് വെച്ചാ ഇനി എന്തിനാ വീണ്ടും അങ്ങോട്ട് പോകുന്നത്? മഹാഭാരത യുദ്ധത്തിന് മുമ്പ് പോലും ഇത്രയും വലിയ ചർച്ച നടന്നിട്ടുണ്ടാവില്ല.
പുതിയ പെൺകുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരവരുടെ പാടിന് വിടാത്ത നിങ്ങളോടാ എനിക്കിപ്പോ ദേഷ്യം. അങ്ങനെയൊന്നും അല്ലമ്മേ. നമ്മളും ശാരികയും മാത്രമല്ലല്ലോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദേവിക, നന്ദൻ, പ്രഭാൻഡി, സിദ്ധാർത്ഥൻ സാറ്, പിന്നെ ദേവികയുടെ വീട്ടുകാര്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എല്ലാരെയും കുറിച്ചൊന്ന് ആലോചിക്കണ്ടേ? എന്നാ പിന്നെ എല്ലാവരും വീട്ടിൽ പോയി സർവേ എടുത്ത് കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്ക്. അധികമൊന്നും നീട്ടണ്ടമ്മേ. അത് ദേവികയും മുരളേട്ടനും കൂടി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എടുക്കാം. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഇനി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഇത്രയും ക്ഷമിച്ചില്ലേ? 2 ദിവസം കൂടെ നമുക്ക് കാക്കാമ്മേ. ദേ നോക്ക്, അതിനപ്പുറം ഒരു അവധി ഇനി കൊടുക്കണ്ട. ഇല്ല, ഉറപ്പ്. നീ എത്ര ലക്കിയാ ആന്റി, ദേവിക, എല്ലാവർക്കും എന്ത് സ്നേഹം നിന്നോട്. പക്ഷെ എന്റെ അവസ്ഥ, ടെൻഷൻ, അതൊന്നും അവരോട് പറയാൻ പറ്റുന്നില്ല. ടെൻഷനും പ്രയാസവും ഒക്കെ ആർക്കടാ ഇല്ലാത്ത? ഇതിന്റെ 100 ഇരട്ടി ടെൻഷനുമായിട്ടാ ഞാൻ നടക്കുന്നത്. നിനക്കെന്താ ടെൻഷൻ? ഹേ, ഒന്നുമില്ല. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾ സോൾവ് ചെയ്ത് തരാം. സഹായിക്കാം, സോൾവ് ചെയ്യാന്നൊക്കെ പറയാന്നല്ലാതെ അതൊന്നും അത്ര ഈസി അല്ലടാ. അത് വിട്ടേക്ക്. വല്ല ഈസിയാണോ അല്ലേന്നൊക്കെ ഉള്ളത് വിട്ടേക്ക്. നിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാ പറ. പറഞ്ഞ പ്രോബ്ലം തീർത്തു തരുമോ? തരും. എന്താന്നറിയാതെ വാക്ക് തരല്ലേ നന്ദൻ. വല്ല നീ ഞങ്ങളുടെ രക്ഷകയാ. കൃത്യസമയത്ത് നീ എത്തിയതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇന്ന് സമാധാനത്തോടെ ഇവിടെ നിൽക്കുന്നത് തന്നെ. ഞാനും കെവിനും നിന്നെ രക്ഷകയാന്നാ പറഞ്ഞേ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. പറ, എന്താ നിന്റെ പ്രശ്നം? ശരി, പറയാം. ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു വ്യക്തിയായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നല്ലൊരു തുക കണ്ടെത്തിയേ പറ്റൂ. സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോ എത്രയാ? 10-30 ലക്ഷം ഒക്കെ ആണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ല, കോടികളാ വേണ്ടത്. എന്റെ ഈ അപ്പിയറൻസും രീതികളും എന്റെ ഈ വാഹനമൊക്കെ വെച്ചിട്ട് എല്ലാവരും കരുതും വളരെ ഹാപ്പി ആയിട്ട് പറന്ന് നടക്കുന്ന ഒരു പെണ്ണായിരിക്കും ഞാനെന്ന്. പപ്പയുടെ ബിസിനസ് പൊളിഞ്ഞ് ആകെ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുക എന്റെ കുടുംബം. ഏത് സമയവും നിലം പൊത്തും. കുറച്ചധികം പണത്തിന്റെ ബാധ്യതയില്ല ഞങ്ങളിപ്പോ. വിഷമിക്കാതെ വല്ല. വിഷമമുണ്ട് നന്ദൻ, പക്ഷെ കരഞ്ഞു കണ്ണീരൊഴുക്കി ഞാൻ ജീവിക്കില്ല. ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഇസബലയുടെ മുഖേ നീ അടക്കം എല്ലാവരും കാണും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബം പണം കൊടുക്കാനുള്ള ആള്. ആളുടെ പേര് കെ നായർ എന്നാ. നായർ? അതെ, വലിയ ബിസിനസ്സുകാരനാ. കെ നായർ എനിക്കൊരു ഓഫർ തന്നിരിക്കുക. അയാളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതിനൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അത് വാങ്ങിക്കൊടുത്ത കടമൊക്കെ ഒഴിവാക്കി തരും. പിന്നെ എനിക്ക് കുറച്ച് സാമ്പത്തികം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അത് നല്ല ഓഫറല്ലേ? ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാം. ഞാനും കെവിനും കൂടെയുണ്ട്. പിന്നല്ല. നമുക്ക് ആരെ കാണണ്ടേ? ഏത് വകുപ്പിലേ പോണ്ടേ? മന്ത്രിമാരെ ആരെങ്കിലും കാണണോ? ഡിപ്പാർട്ട്മെന്റിന്റെയും മന്ത്രിമാരുടെയൊക്കെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു MLAയുടെ സർട്ടിഫിക്കറ്റാ. ദേവികയുടെ. രാമപുരത്തെ സ്ഥാപനം വരാൻ പോകുന്നേ. ആണോ? എന്ന് പിന്നെ ദേവിയെ കണ്ട് കാര്യം പറയാലോ. ഞാനും വരാം. അവളുടെ മണ്ഡലത്തിൽ ഒരു സ്ഥാപനം വരുന്നതിൽ ദേവിക്ക് വളരെ സന്തോഷം ഉണ്ടാവും. ആ നിമിഷം തന്നെ സാങ്ഷൻ തരും.
ഇല്ല നന്ദ. ദേവികയെ കാണാൻ കെ നായർ പോയിരുന്നു. പക്ഷേ ദേവിക അപേക്ഷ നിരസിച്ചു. എന്നിട്ട് നന്ദന്റെ ഫാദർ സിദ്ധാർത്ഥൻ സാറിന്റെ കാലത്ത് ആദ്യം അപേക്ഷ കൊടുത്തത്. സിദ്ധാർത്ഥൻ സാറ് ആദ്യം തന്നെ റിജക്റ്റ് ചെയ്തു. ഇപ്പൊ ദേവികയും. അല്ല, അവരെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ അതിലെന്തോ കുഴപ്പം കാണുമല്ലോ. എന്ത് ഫാക്ടറി അദ്ദേഹം തുടങ്ങുന്നേ? ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റോ അങ്ങനെ എന്തോ ആണ്. വെളപ്പിൻകോടെന്ന് പറയുന്ന സ്ഥലത്താ. അയ്യോ, അതാണോ? അങ്ങനെ ഒരു ഫാക്ടറി വന്നാലുള്ള കുഴപ്പങ്ങൾ അച്ഛൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. നന്ദ, അറിഞ്ഞെടുത്തോളം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന പ്രോജക്റ്റാ. വേസ്റ്റ് കെട്ടിക്കെടുക്കാതെ മാറിയും കിട്ടും. ആ ഫാക്ടറി ഒരു ഗുണമാണ്. MLA ഒരു സാങ്ഷൻ ചെയ്ത് തന്നാ മതി. അതിപ്പോ പറയാൻ പറ്റില്ലെന്നല്ലേ. നന്ദൻ ഭയങ്കരമായിട്ട് ശബദമൊക്കെ ചെയ്ത് എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തും, എന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചേ. നടത്താൻ പറ്റാത്തതാണെങ്കിൽ എനിക്ക് വാക്ക് തരാൻ പാടില്ലായിരുന്നു. നന്ദ, നീ കാണിക്കുന്നത് ശരിയല്ല. പാവം ബെല്ല അവളുടെ ആവശ്യ അവസ്ഥയൊക്കെ മാറ്റി വെച്ചിട്ടാ നമ്മളെ സഹായിച്ചത്. പാലം കടന്നു കഴിഞ്ഞപ്പോ നീ അതങ്ങ് മറന്നു. നോക്ക്, ദേവികയുടെ ആദർശമാണോ നിന്റെ ജീവിതമാണോ, ഏതാ പ്രധാനം? എടാ, ഞാൻ കൊലപാതക കുറ്റത്തിനെ നിന്നെ തൂക്കാൻ മതിക്കില്ലായിരുന്നു. അവിടെ നിന്നല്ലേ ബെല്ല രക്ഷിച്ചത്. എന്നിട്ട് നീ ഇപ്പോ കെവിൻ, നോ. ഒരു സഹായം ചെയ്തിട്ട് അതിൽ നിന്നൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ്റെയും ദേവിയുടെയും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. പക്ഷേ ഇതിപ്പോ എങ്കിൽ പിന്നെ എന്തിനാണ് നീ എടുത്തിയാടി വാക്കു കൊടുത്തേ? നോക്ക്, ജോലിയിൽ വെള്ളം ചേർക്കാത്ത ആദർശം വിടാത്ത ആളാ DYSP ഐസക് കുരുവിള. നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ആദർശം കൈവിടാം അല്ലേ? ഭാര്യയുടെ ആദർശത്തിന് പൊടി തറ്റാനും പാടില്ല. നോക്ക്, ഋഷിയുടെ കേസ് അവസാനിച്ചിട്ടൊന്നുമില്ല. ഇനി അന്വേഷണം വരും. അപ്പോഴേ ബെല്ലെ അവളുടെ പാപ്പനൊക്കെ വേണ്ടി വരും. എനിക്കിപ്പോ നിന്നെ വേണ്ട. ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയേ പറ്റൂ. ഞാൻ ദുബായിലോട്ട് പോവാ. അവിടെ ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. ബെല്ല, നീ ഇങ്ങനെ വിഷമിക്കില്ലേ? അതുമല്ല, നീ പോയാ ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരാ ഉള്ളത്? അത് നേരാ. പക്ഷെ എനിക്ക് ഈ സിറ്റുവേഷനിൽ ഇവിടെ തൽക്കാലം ദുബായിലേക്ക് പോകാൻ വരട്ടെ. ഞാൻ ദേവിയോടൊന്ന് സംസാരിക്കാം. നന്ദൻ സംസാരിച്ച നടക്കില്ലേ? ഞാൻ നോക്കാം. ശരി. സംസാരിക്കാൻ ആരെക്കൊണ്ടും പറ്റും. സമ്മതിപ്പിക്കണം, അതാ വേണ്ടത്. പാവം ബെല്ല നമുക്ക് വേണ്ടി സമ്മതിപ്പിക്കാം. എന്നെ രക്ഷിച്ചാളെ ഞാൻ രക്ഷിക്കും.
അമ്മേ അതൊക്കെ അവിടെ വെച്ചേക്ക്. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞല്ലേ. എന്തിന്? ഇവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. MLA ആ പണി ചെയ്താ മതി. ആ പിള്ളേര് വന്നിട്ട് പെട്ടെന്നങ്ങ് പോയപ്പോ എന്തോ പോലെ. അവരെ അത്ര നല്ല കൂട്ടല്ലേ ദേവിക? ആ കൂട്ട് ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളൂ. ഇസബെല്ല ഒരു പാവം കുട്ടിയല്ലേ? ആ അത്രയ്ക്ക് പാവമൊന്നുമല്ല. ഒരു അടിപൊളി ജീവിതം അവളുടേത്. നമ്മുടെ തനുജയെ കണ്ടപ്പോഴേ ആദ്യം എനിക്ക് ഇസബെല്ലയുടെ കാര്യങ്ങൾ ഓർമ്മ വന്നേ. ആ ഏകദേശം രണ്ടുപേരും ഒരുപോലെ തന്നെയാ. നിനക്കെന്താ ഒരു തൃപ്തികേട് പോലെ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇസബെല്ല നല്ല ഫാമിലിയിലുള്ളതല്ലേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ ഇസബെല്ലയുടെ ചില രീതികളൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ മോളെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്തോ. ആ അവളത്ര സ്മാർട്ടായതുകൊണ്ട് നിനക്ക് തോന്നുന്നതാവും. അല്ല, നിനക്ക് അവരുടെ കൂടെ പോവായിരുന്നില്ലേ? അല്ല, മുരളേട്ടൻ ഫ്രീ ആയതിനു ശേഷം വീട്ടിൽ പോവാന്നല്ലേ പറഞ്ഞിരുന്നേ. ഷാരി കോളേജ് വിട്ട് വരുമ്പോഴേക്കും എനിക്ക് അവിടേക്ക് എത്തണം. ആ ഷാരിയുടെ വിവാഹം ഉടനെ നടത്തണം അല്ലേ? എന്താ ശരി, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? മുരളിയേട്ടൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടാണോ വരുന്നത്? ദേവിയച്ചയ്ക്ക് മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നീ കാര്യം പറ. മുരളിയേട്ടൻ എന്നെ കാണാൻ വരുന്നത് ദേവിയച്ചയോ ഗൗരിയച്ചയോ അറിഞ്ഞിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നീ കാര്യം പറയൂ. എനിക്കറിയാം, എന്നെ ഒരു തലതെറിച്ച പെണ്ണായിട്ടാവും മുരളിയേട്ടനും മുരളിയേട്ടന്റെ വീട്ടുകാരും ഒക്കെ കാണുന്നത്. ആ എന്നിട്ട് മുരളിയേട്ടന്റെ വീട്ടിൽ എങ്ങനെയായാലും എന്റെ വീട്ടിൽ അങ്ങനെയാ പറയുന്നത്. അഹങ്കാരി പെണ്ണ്, തന്റെ ഇടി. പെണ്ണുങ്ങൾക്ക് നല്ല തന്റെ ഇടം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ഈ സ്വന്തം അഭിപ്രായം പറയുന്നവരെ പണ്ട് അഹങ്കാരികളെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നതൊക്കെ മാറി. നീ വിഷയത്തിലേക്ക് വാ. മുരളിയേട്ട, നവീനുമായിട്ടുള്ള വിവാഹം ആലോചിച്ചിട്ട് കുറെ കാലമായി. പക്ഷേ ഞാനതിനൊരു വ്യക്തമായ മറുപടി തന്നിട്ടില്ല. അതിൽ ശാരിയോട് എനിക്കിത്തിരി ദേഷ്യമുണ്ട്. ഈ പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണമെന്ന് പറയുമ്പോ അതൊരു ഒഴിഞ്ഞു മാറ്റമായിട്ടാ എനിക്ക് തോന്നിയത്. ശാരി വ്യക്തമായിട്ട് കാര്യം പറയുന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ. നവീനുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട മുരളിയേട്ടാ. എന്താ നീ പറഞ്ഞേ? പെണ്ണ് കാണണമെന്നൊക്കെ പറഞ്ഞ് മുമ്പ് എല്ലാരും കൂടി വീട്ടിൽ വന്നപ്പോ മുതല് ഞാൻ നല്ല പ്രഷറിലായിരുന്നു മുരളിയേട്ടാ. ഞാനൊരു വശത്തും ബാക്കി എല്ലാരും എനിക്കെതിരെയും. അങ്ങനെയായിരുന്നു എന്റെ തോന്നല്. എനിക്കൊഴിഞ്ഞു മാറാൻ പരമാവധിയുള്ള കച്ചിത്തുരുമ്പ് പഠിത്തം കഴിഞ്ഞു മതി, കല്യാണം എന്നുള്ളത് മാത്രമായിരുന്നു. എനിക്കെന്നല്ല, എന്റെ സ്ഥാനത്തുള്ള ഏതൊരു പെൺകുട്ടിക്കും രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളി അത് മാത്രമാ. എന്തുകൊണ്ടാ ശാരി ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? എനിക്ക് വേറൊരാളെ ഇഷ്ടമാ മുരളിയേട്ടാ. സത്യമാണോ നീ പറയുന്നേ? ഇനിയും മറച്ചു വെക്കണ്ടെന്ന് കരുതിയിട്ടാ മുരളിയേട്ടനോട് തുറന്നു പറയുന്നേ. എങ്കിൽ പിന്നെ ഇതങ്ങ് ആദ്യമേ പറയാത്തെന്താ? ഇത് ഞങ്ങൾ ഒരുമാതിരി മണ്ടരാക്കുന്ന പരിപാടിയായി പോയി. മുരളിയേട്ടാ, മഹാബോറ്. ശാരിക വേറൊരുത്തനെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഞങ്ങൾ ശാരികയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കെട്ടി പെണ്ണി ചോദിക്കാൻ വരുന്നത്. ശാരികയ്ക്കുള്ള അതേ അന്തസ്സും വ്യക്തിത്വമൊക്കെ ഞങ്ങൾക്കും ഉണ്ട്, നവീനും ഉണ്ട്.
ചാരിക ആരെ പ്രേമിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. നിനക്കിഷ്ടമുള്ള ആളെ തന്നെ വേണം നീ കല്യാണം കഴിക്കാൻ. പക്ഷെ അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ മണ്ടം കളിപ്പിക്കരുത്. നവീന് വേറെ പെണ്ണ് കിട്ടാതിരിക്കൊന്നുമില്ല. കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വേറെ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഇതിനു മുമ്പേ കല്യാണം നടത്തിയിട്ടുണ്ടാവും. ദേവികയുടെ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇതുകൊണ്ടാ മുരളിയേട്ടാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നേ. ദാ കണ്ടില്ലേ, ഏറ്റവും വിശാല മനസ്സുള്ളതെന്ന് ഞാൻ വിചാരിച്ച മുരളിയേട്ടന് പോലും കാര്യം അറിഞ്ഞപ്പോ ദേഷ്യം വന്നു. വാക്കുകൾക്ക് കടുപ്പം വന്നു, സംസാരത്തിൽ മുള്ളും മുനയും വന്നു. ഞാൻ മുള്ളും മുനയും വെച്ച് പറഞ്ഞെങ്കിൽ അത് നീ കാരണം തന്നെയാ ശാരിക. ഞാൻ ഗൗരിയെ കല്യാണം കഴിച്ചതും പ്രേമിച്ചു തന്നെയാ. പക്ഷെ ആദ്യം തന്നെ അത് രണ്ട് വീട്ടിലും അറിയിച്ചു. നീയും തുറന്നു പറയണമായിരുന്നു. ചില സാഹചര്യങ്ങളിൽ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല മുരളിയേട്ടാ. എന്റെ വീട്ടിലെ അവസ്ഥ ആകെ കുഴപ്പത്തിലായിരുന്നു. ദേവി അച്ചിക്ക് 100,000 പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് എനിക്കൊരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞാ ബെസ്റ്റ് ആയിരിക്കും.